നമസ്കാരം. ചലഞ്ചർ ആപ്പ് യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. 2019 അവസാനമായി എക്സൈസ് ഇൻസ്പെക്ടറിന്റെ നോട്ടിഫിക്കേഷൻ വന്നു. എല്ലാവർക്കും അപേക്ഷിക്കാൻ പറ്റുന്ന രീതിയിൽ ഓപ്പൺ മാർക്കറ്റ് നോട്ടിഫിക്കേഷൻ 2019 വന്നത്. കഴിഞ്ഞ വർഷം NCA നോട്ടിഫിക്കേഷൻ വന്നിരുന്നെങ്കിൽ പോലും 2019 ശേഷം എല്ലാവർക്കും അപേക്ഷിക്കാൻ പറ്റുന്ന രീതിയിലുള്ള നോട്ടിഫിക്കേഷൻ ഇതുവരെ വന്നിട്ടില്ല. 2019 നോട്ടിഫിക്കേഷൻ വന്ന് അതിനുശേഷം കോവിഡ് കാര്യങ്ങളൊക്കെ ആയി പരീക്ഷ നടക്കാൻ തന്നെ ഡിലേ ഉണ്ടായിരുന്നു. അതിനുശേഷം പരീക്ഷ നടന്ന് ഏറെക്കുറെ 4 വർഷങ്ങൾക്ക് ശേഷം, അതായത് നോട്ടിഫിക്കേഷൻ വന്ന് 4 വർഷങ്ങൾക്ക് ശേഷം 2023 ആ നോട്ടിഫിക്കേഷൻ അടിസ്ഥാനത്തിലുള്ള റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിച്ചത്. എക്സാക്ട് ഡേറ്റ് പറയുകയാണെങ്കിൽ 2023 ഡിസംബർ മാസം 28-ാം തീയതിയാണ് കഴിഞ്ഞ എക്സൈസ് ഇൻസ്പെക്ടർ റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിച്ചത്. നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്, എക്സൈസ് ഇൻസ്പെക്ടർ, സബ് ഇൻസ്പെക്ടർ പോലെയുള്ള യൂണിഫോം തസ്തികൾക്ക് 1 വർഷമാണ് വാലിഡിറ്റി ഉള്ളത്. അങ്ങനെ നോക്കുമ്പോൾ 2023 ഡിസംബർ മാസം 28-ാം തീയതി പ്രാബല്യത്തിൽ വന്ന ഈ മെയിൻ ലിസ്റ്റ്, ഈ റാങ്ക് ലിസ്റ്റ് 2024 ഡിസംബർ 28 കൂടി അവസാനിക്കുന്നതായിരിക്കും. അതായത് ഈ വരുന്ന ഡിസംബർ 28 കൂടി ഈ റാങ്ക് ലിസ്റ്റിന്റെ കാലാവധി അവസാനിക്കും. 27-ാം തീയതി അർദ്ധരാത്രിയോട് കൂടി ഈ റാങ്ക് ലിസ്റ്റിന്റെ കാലാവധി അവസാനിക്കുന്നതായിരിക്കും. അപ്പൊ എങ്ങനെയായാലും 2024 എക്സൈസ് ഇൻസ്പെക്ടർ നോട്ടിഫിക്കേഷൻ വരുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. കാരണം ഈ വർഷത്തോടു കൂടി തന്നെ റാങ്ക് ലിസ്റ്റ് അവസാനിക്കുന്നു. പുതിയ റാങ്ക് ലിസ്റ്റ് പുതിയ നോട്ടിഫിക്കേഷൻ പ്രസിദ്ധീകരിച്ച് പരീക്ഷ നടത്തിയാൽ മാത്രമേ ഇനിയുള്ള നിയമനങ്ങൾ നടത്താൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് 2025 നമ്മൾ ഷോർട്ടായിട്ട് പ്രതീക്ഷിക്കുന്ന ഒരു പരീക്ഷയാണ് എക്സൈസ് ഇൻസ്പെക്ടറിന്റെ പരീക്ഷ. സെക്രട്ടറി അസിസ്റ്റന്റ് പോലെ തന്നെ സബ് ഇൻസ്പെക്ടർ പോലെ തന്നെ 2024 നവംബർ ഡിസംബർ മാസത്തിൽ തീർച്ചയായിട്ടും ഇതിന് നോട്ടിഫിക്കേഷൻ വരുന്നതായിരിക്കും. മറ്റുള്ള പരീക്ഷകളിൽ നിന്ന് വ്യത്യസ്തമായിക്കൊണ്ട്, മറ്റുള്ള ജനറൽ പരീക്ഷകളിൽ നിന്ന് വ്യത്യസ്തമായിക്കൊണ്ട് SI പോലെയുള്ള എക്സൈസ് ഇൻസ്പെക്ടർ പോലെയുള്ള യൂണിഫോം തസ്തികകളുടെ പ്രത്യേകത, എസ്പെഷ്യലി ഡിഗ്രി ലെവൽ യൂണിഫോം തസ്തികകളുടെ പ്രത്യേകത, ഇവയ്ക്ക് പ്രിലിംസും മെയിൻസും ഉണ്ടെന്നുള്ളതാണ് അല്ലെ. ഒന്ന്, ആദ്യം പ്രിലിമിനറി എന്ന് പറയുന്ന കടമ്പയുണ്ട്, അതിനുശേഷം മെയിൻസ് എന്ന് പറയുന്ന ഒരു കടമ്പയുണ്ട്, അതിനുശേഷം ഫിസിക്കൽ എന്ന് പറയുന്ന മറ്റൊരു കടമ്പ, അതും കഴിഞ്ഞാൽ മെഡിക്കൽ, അതുപോലെ തന്നെയാണെങ്കിൽ ഇന്റർവ്യൂ. ഓക്കെ, ഇത്രയും കഴിഞ്ഞതിന് ശേഷം മാത്രമാണ് റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിക്കുന്നത്. അപ്പോ മെയിൻസിന് ശേഷം, ഫിസിക്കലിന് ശേഷം, ഇന്റർവ്യൂ കൂടെ കഴിഞ്ഞതിന് ശേഷം മാത്രമാണ് റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിക്കുന്നത്. ഈ കടമ്പകളെല്ലാം സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ആകുന്ന ആളുകൾ മാത്രമാണ് ഈ ഫൈനൽ റാങ്ക് ലിസ്റ്റ് ഉൾപ്പെടുന്നത്. അപ്പൊ ഇതിന്റെ ആദ്യത്തെ കടമ്പ എന്ന് പറയുന്നത് പ്രിലിമിനറി പരീക്ഷയാണ്. 2025 നടക്കാൻ പോകുന്ന പ്രിലിമിനറി പരീക്ഷ, 2025 ഡിഗ്രി പ്രിലിംസിന്റെ പരീക്ഷ. ആ ഡിഗ്രി പ്രിലിംസിന്റെ പരീക്ഷയിൽ സെക്രട്ടറി അസിസ്റ്റന്റ്, എക്സൈസ് ഇൻസ്പെക്ടർ, സബ് ഇൻസ്പെക്ടർ, ഈ 3 പ്രധാനമായിട്ടും നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിന് 3 കൂടെ ഉപകാരപ്പെടുന്ന രീതിയിൽ ഡിഗ്രി പ്രിലിംസിന്റെ പ്രിപ്പറേഷൻ ഇപ്പോഴേ സ്റ്റാർട്ട് ചെയ്യേണ്ട സമയമായിരിക്കുന്നു. നവംബർ ഡിസംബർ മാസത്തിൽ നിങ്ങൾക്ക് പരീക്ഷയുടെ നോട്ടിഫിക്കേഷൻ പ്രതീക്ഷിക്കാവുന്നതാണ്. അങ്ങനെയെങ്കിൽ അടുത്ത വർഷം മെയ് മാസത്തോടു കൂടി 2025 ഡിഗ്രി പ്രിലിംസിന്റെ പ്രിലിമിനറി പരീക്ഷ ആരംഭിക്കുകയും ഈ വർഷം നടന്ന പോലെ തന്നെ ജൂലൈ ഓഗസ്റ്റ് മാസങ്ങളിലായിക്കൊണ്ട് അതിന്റെ ഓരോന്നിന്റെയും സെപ്പറേറ്റ് മെയിൻസ് പരീക്ഷയും നടക്കുന്നതായിരിക്കും. ഫിസിക്കൽ ഉള്ള പരീക്ഷകളായതുകൊണ്ട് തന്നെ SIയും എക്സൈസ് ഇൻസ്പെക്ടറിന്റെയും ഒക്കെ പ്രിലിംസിന്റെ പരീക്ഷ കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് തന്നെ റിസൾട്ട് വരികയും പിന്നീട് മെയിൻസും പിന്നീട് ഫിസിക്കലും ഇന്റർവ്യൂ ഉള്ളത് കൊണ്ട് കാലതാമസം മറ്റുള്ള പരീക്ഷകൾ പോലെ ഈ പരീക്ഷകൾക്ക് ഉണ്ടാവാറില്ല എന്ന് കൂടെ മനസ്സിലാക്കുക. അപ്പൊ എല്ലാ ഉദ്യോഗാർത്ഥികളും ഇനി നമുക്ക് സെപ്റ്റംബർ, ഒക്ടോബർ എന്നീ 2 മാസങ്ങൾ മാത്രമാണ് നോട്ടിഫിക്കേഷന് മുമ്പുള്ളത്. എന്തായാലും വരുന്ന 3 മാസത്തിനുള്ളിൽ തന്നെ നോട്ടിഫിക്കേഷൻ പ്രസിദ്ധീകരിക്കുന്നതായിരിക്കും. നമ്മൾ നവംബറിലാണ് നോട്ടിഫിക്കേഷൻ പ്രതീക്ഷിക്കുന്നത്. ഇനി ഡിലേ ആവുകയാണെങ്കിൽ പോലും ഡിസംബർ മാസത്തിനുള്ളിൽ നോട്ടിഫിക്കേഷൻ വരുന്നതായിരിക്കും. ഈ വർഷത്തെ ഡിഗ്രി ലെവൽ പരീക്ഷകൾ എഴുതാത്ത ഉദ്യോഗാർത്ഥികളും അല്ലെങ്കിൽ ഈ വർഷത്തെ ഡിഗ്രി ലെവൽ പരീക്ഷകളുടെ റിസൾട്ടിൽ ഉൾപ്പെടാത്ത ഉദ്യോഗാർത്ഥികളും തീർച്ചയായിട്ടും വരാൻ പോകുന്ന സെക്രട്ടറി അസിസ്റ്റന്റ് പരീക്ഷയും എക്സൈസ് ഇൻസ്പെക്ടറും സബ് ഇൻസ്പെക്ടറും പോലെയുള്ള പരീക്ഷകൾക്ക് വേണ്ടി തയ്യാറെടുക്കണം. 2025 നമുക്ക് പരീക്ഷ പ്രതീക്ഷിക്കാം, ഈ വർഷം നോട്ടിഫിക്കേഷൻ പ്രതീക്ഷിക്കാം. എല്ലാവരും തയ്യാറെടുക്കുക. മറ്റൊരു വീഡിയോയിൽ ഇതിന്റെ പ്രിലിംസിന്റെയും മെയിൻസിന്റെയും എക്സൈസ് ഇൻസ്പെക്ടറിന്റെ പ്രിലിംസിന്റെയും മെയിൻസിന്റെയും സിലബസ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. എന്തായാലും പ്രിലിംസിന് എല്ലാവർക്കും കോമൺ സിലബസ് ആണ്, അതുകൊണ്ട് എല്ലാവരും ഒരേ രീതിയിൽ പഠിച്ചാൽ മതി. മെയിൻസിലോട്ട് വരുന്ന സമയത്ത് നാർക്കോട്ടിക്സുമായി ബന്ധപ്പെട്ട NDPS ആക്ട് പോലുള്ള കാര്യങ്ങളാണ് അഡീഷണൽ ഉൾപ്പെട്ടിരിക്കുന്നത്. SI അപേക്ഷിച്ച് നോക്കുമ്പോൾ കമ്പാരിറ്റീവ്ലി പോസ്റ്റുകളുടെ, തസ്തികകളുടെ എണ്ണം അല്ലെങ്കിൽ വാക്കൻസി വളരെ കുറവാണ്, കമ്പാരിറ്റീവ്ലി കുറവാണ്. എന്നിരുന്നാൽ പോലും പഠിച്ചാൽ കിട്ടാവുന്ന ഒരു തസ്തിക തന്നെയാണ് എക്സൈസ് ഇൻസ്പെക്ടർ എന്ന് പറയുന്നത്. അപ്പൊ എല്ലാവർക്കും വിജയാശംസകൾ നേരുന്നു. എല്ലാവരും പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യുക. ഓൾ ദി വെരി ബെസ്റ്റ്.